1968 റോ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് രൂപീകരിക്കപ്പെടുന്ന സമയത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ദുർബലമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു അവരുടേത്. അവർക്ക് ആവശ്യത്തിന് പണമോ മറ്റു ഗവൺമെന്റ് റിസോഴ്സുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചുറ്റും ശത്രുക്കൾ മാത്രമായിരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ശത്രുക്കൾ മാത്രമല്ല, നമ്മുടെ സ്വന്തം സിസ്റ്റത്തിനുള്ളിൽ പോലും അവർക്ക് ഒരുപാട് എതിരാളികളുണ്ടായിരുന്നു. ആരും വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാത്ത ഒരു ചെറിയ ഏജൻസി. എന്നാൽ കൃത്യം 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രഹസ്യ സ്വഭാവമുള്ള ഈ ചെറിയ ഏജൻസി ചെയ്തത് എന്താണെന്നറിയാമോ? ആധുനിക ദക്ഷിണേഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഇന്റലിജൻസ് ഓപ്പറേഷന് അവർ വിജയകരമായിട്ട് പൂർത്തിയാക്കി. പാകിസ്ഥാനെ രണ്ടായിട്ട് വെട്ടിമുറിക്കാനും ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യം തന്നെ ലോകഭൂപടത്തിൽ സൃഷ്ടിച്ചെടുക്കാനും അവർ ഇന്ത്യയെ സഹായിച്ചു. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടതുണ്ട്. കിഴക്കൻ പാകിസ്ഥാനിലേക്ക്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. വർഷങ്ങളായിട്ട് വെസ്റ്റ് പാകിസ്ഥാന്റെ മിലിറ്ററി നേതൃത്വം ഈ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സംസാരിക്കുന്ന ജനങ്ങളെ പരിഗണിച്ചിരുന്നത് വെറും 2ാം കിട പൗരന്മാരായിട്ടാണ്. രാഷ്ട്രീയമായിട്ട് അവരെ എപ്പോഴും മാറ്റി നിർത്തി. സാമ്പത്തികമായിട്ട് അവരെ പരമാവധി ചൂഷണം ചെയ്തു. അവരുടെ സംസ്കാരത്തെ പോലും പാകിസ്ഥാൻ ഭരണകൂടം നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു എലക്ഷൻ നടക്കുന്നത്. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് വളരെ വലിയൊരു ജനാധിപത്യ വിജയം അവിടെ നേടിയെടുത്തു. എന്നാൽ ആ ജനവിധി അംഗീകരിക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ അവർ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ അക്രമങ്ങൾ അവിടെ അഴിച്ചുവിട്ടു. വിദ്യാർത്ഥികള്, ചിന്തകര്, ന്യൂനപക്ഷങ്ങള്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് എന്നിങ്ങനെ ആരെയും അവർ വെറുതെ വിട്ടില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മാനുഷിക പ്രതിസന്ധിയായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇതൊരു സ്ട്രാറ്റജിക് മൊമെന്റ് കൂടിയായിരുന്നു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളുടെ സമാധാനത്തെയും നിലനിൽപ്പിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ മറുവശത്ത് നടക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണണം. അമേരിക്ക പാകിസ്ഥാനെ വളരെ വലിയ രീതിയിലുള്ള പിന്തുണയും ആയുധങ്ങളും നൽകിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. അമേരിക്കയുടെ സൈനികവും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കാരണം ദക്ഷിണേഷ്യയിലെ വാഷിംഗ്ടണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിട്ട് പാകിസ്ഥാൻ മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ദില്ലിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും റോ ചീഫായിരുന്ന ആർ എൻ കാവക്കും ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാല് പുറത്തു നിന്നുള്ള ഈ വിദേശ പിന്തുണയോട് കൂടിയിട്ട് കിഴക്കൻ പാകിസ്ഥാന്റെ മേലുള്ള അവരുടെ പിടി ഒന്നുകൂടി മുറുക്കും. ഇങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ ഇരുവശങ്ങളിലും പാകിസ്ഥാൻ എക്കാലത്തേക്കും വളരെ വലിയൊരു ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കും. അതുകൊണ്ട് റോ അവരുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. വളരെ നിശബ്ദമായിട്ട്, വളരെ ക്ഷമയോട് കൂടിയിട്ട് അവർ പ്ലാനുകൾ തയ്യാറാക്കാൻ തുടങ്ങി. അന്നത്തെ പഴയ ഉദ്യോഗസ്ഥരും പിൽക്കാലത്ത് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അനുസരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാടാൻ തയ്യാറുള്ള ബംഗാളി പോരാളികളെയും നേതാക്കളെയും റോ ആദ്യം തന്നെ കണ്ടെത്താൻ തുടങ്ങിയാണ്. അതിർത്തി പ്രദേശങ്ങളിലും പ്രത്യേകിച്ചിട്ട് സുന്ദർബനിലെ വളരെ ദുർഘടമായിട്ടുള്ള കാടുകൾക്കുള്ളിൽ പോലും അവർ രഹസ്യമായിട്ട് ട്രെയിനിങ് ക്യാമ്പുകൾ തുറന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വെച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് അവർ വിദഗ്ധമായിട്ടുള്ള പരിശീലനം നൽകി. ഗറില്ല യുദ്ധമുറകൾ, ശത്രുക്കളുടെ താവളങ്ങൾ തകർക്കാനുള്ള സാങ്കേതിക വിദ്യകൾ, ശത്രുക്കളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ഇന്റലിജൻസ് ട്രെയിനിങ് എന്നിവയെല്ലാം അവർക്ക് നൽകി. ഈ ചെറിയ സംഘം വളരെ വേഗം തന്നെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതാണ് മുക്തിവാഹിനി. ഗ്രൗണ്ടിൽ റോ ഈ പോരാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകി. അവരെ സജ്ജരാക്കുമ്പോൾ ദില്ലിയിൽ ഇന്ദിരാഗാന്ധി അവരുടെ നയതന്ത്ര ബുദ്ധി ഉപയോഗിച്ച് മറ്റൊരു വലിയ നീക്കം നടത്തുകയായിരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ട് അവർ ഒരു സമാധാന സൗഹൃദ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. കേൾക്കുമ്പോൾ വെറുമൊരു സൗഹൃദ കരാർ എന്ന് തോന്നാമെങ്കിലും അതിന് വളരെ വലിയൊരു അർത്ഥമുണ്ടായിരുന്നു. ആ കരാറിലെ വ്യവസ്ഥകൾ പല വിദഗ്ധരും വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ സ്വയം പ്രതിരോധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണത്തെ നേരിടുന്ന സമയത്തോ ഇന്ത്യക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദമോ സൈനിക ഇടപെടലോ ഉണ്ടായാലേ മോസ്കോ പൂർണ്ണമായിട്ടും ഇന്ത്യക്കൊപ്പം നിൽക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ മെസ്സേജ് പാകിസ്ഥാന് വേണ്ടി മാത്രമല്ലായിരുന്നു, അമേരിക്കയ്ക്ക് കൂടിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. മാസങ്ങൾ കടന്നുപോയി. റോയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെയും
ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുടെയും ബലത്തിലെ മുക്തിബാഹിനി പോരാളികൾ പാകിസ്ഥാൻ സൈന്യത്തെ നിരന്തരം ആക്രമിക്കാൻ തുടങ്ങി. അവർ പാലങ്ങൾ ബോംബ് വെച്ച് തകർത്തു. ശത്രുക്കളുടെ സപ്ലൈ ലൈനുകൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്തു. വളരെ നിർണായകമായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ അവർ ചോർത്തെടുത്തു. അവരുടെ നിരന്തരമുള്ള ഈ ഓപ്പറേഷനുകൾ കാരണം കിഴക്കൻ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിയന്ത്രണം പതുക്കെ പതുക്കെ ദുർബലമാകാൻ തുടങ്ങി. വളരെ വലിയ ഒന്നിനു വേണ്ടി അവിടെ കളം ഒരുങ്ങുകയായിരുന്നു. ആ വലിയ നിമിഷം 1971 ഡിസംബറിൽ സംഭവിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഔദ്യോഗികമായിട്ടുള്ള യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാനിലേക്ക് അതിവേഗം മുന്നേറാൻ തുടങ്ങി. ഈ സമയത്താണ് അമേരിക്ക അവരുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടുന്ന ഭയപ്പെടുത്തുന്ന 7th ഫ്ലീറ്റ് ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കുന്നത്. ഇന്ത്യയെ ഭയപ്പെടുത്താനും പാകിസ്ഥാനെ സഹായിക്കാനും ലക്ഷ്യമിട്ടുള്ള വാഷിങ്ടണിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിഗ്നൽ ആയിരുന്നു അത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അമേരിക്ക വിചാരിച്ചതുപോലെയല്ല നടന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ന്യൂക്ലിയർ അന്തർവാഹിനികൾ കൃത്യമായിട്ട് അവിടെ പൊസിഷൻ ചെയ്തിരുന്നു എന്നാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലേ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികളുടെ ആ കോൾഡ് വാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ മുൻകൂട്ടി നടത്തിയ ആ തയ്യാറെടുപ്പുകളും ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്ന ആ ധാരണയും കാരണം ഇന്ത്യ ആ യുദ്ധമുഖത്ത് ഒറ്റയ്ക്കായിരുന്നില്ല. ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഇന്ത്യൻ സൈന്യവും മുക്തിവാഹിനിയും ചേർന്ന് പാകിസ്ഥാന്റെ സൈന്യത്തിന് മേലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രഹരം തന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. വെറും 13 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള യുദ്ധം കൊണ്ട് ധാക്കയിൽ വെച്ചിട്ട് 90,000-ലധികം പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി. ആധുനിക സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കീഴടങ്ങലിൽ ഒന്നായിരുന്നത്. അങ്ങനെ ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യം ജനിച്ചു. ആദ്യമായിട്ട് എന്ന ഏജൻസി ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ദക്ഷിണേഷ്യയുടെ ഭൂപടം തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അവർ തിരുത്തി വരച്ചു. ഇന്ന് പല ചരിത്രകാരന്മാരും ആർ എൻ കാവയെ വിശേഷിപ്പിക്കുന്നത് ബംഗ്ലാദേശിന്റെ ശില്പി എന്നാണ്. ഈ ഒരൊറ്റ ഓപ്പറേഷൻ കൊണ്ട് ദക്ഷിണേഷ്യയെ എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന CIA പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസികളുടെ മുഖത്ത് നോക്കി നിൽക്കാനേ റോയ്ക്ക് കഴിയുമെന്ന് അവരെ തെളിയിച്ചു കൊടുത്തു. എന്നാൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അവിടെയൊന്നും അവസാനിച്ചിരുന്നില്ല. 1971 പാകിസ്ഥാന്റെ കിഴക്കൻ ഭാഗം വിഭജിക്കുന്നതിനെ കുറിച്ച് ആയിരുന്നെങ്കിൽ അടുത്ത വലിയ പരീക്ഷണം വരാനിരിക്കുന്നത് ഇതിനേക്കാൾ സെൻസിറ്റീവായിട്ടുള്ള മറ്റൊരു വിഷയത്തിലായിരുന്നു. ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണമായിരുന്നു അത്. 1970കളുടെ തുടക്കത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ന്യൂക്ലിയർ രാജ്യങ്ങളുടെ എണ്ണം വളരെ ചെറുതായിരുന്നു. വെറും 5 രാജ്യങ്ങളുടെ കൈവശം മാത്രമേ ഒഫീഷ്യലായിട്ട് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ സമ്മർദ്ദങ്ങളും കാരണം ബുദ്ധിമുട്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഡോക്ടർ രാജ രാമണ്ണയെ പോലുള്ള ശാസ്ത്രജ്ഞരും ഇന്ദിരാഗാന്ധിയെ ഉൾപ്പെടുന്ന അന്നത്തെ ഭരണ നേതൃത്വം ഒരു കാര്യം കൃത്യമായിട്ട് വിശ്വസിച്ചിരുന്നു: ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു ന്യൂക്ലിയർ ആയുധം കൂടിയേ തീരൂ എന്നുള്ളത്. പക്ഷേ അവരുടെ മുന്നിൽ വളരെ വലിയൊരു തടസ്സമുണ്ടായിരുന്നു. CIA നേതൃത്വത്തിലുള്ള ആഗോള ഇന്റലിജൻസ് നെറ്റ്വർക്ക് ആയിരുന്നത്. കാരണം അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ എപ്പോഴും ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്ത് എവിടെയെങ്കിലും ടെസ്റ്റിംഗ് സൈറ്റുകളുണ്ടോ, ലബോറട്ടറികളുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉപകരണങ്ങൾ മാറ്റുന്നുണ്ടോ എന്ന് അവരെപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങളിലെ ഏജൻസികളും ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുകയും കേബിളുകൾ പരിശോധിക്കുകയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സംഭാഷണങ്ങൾ വരെ ചോർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പരസ്യമായിട്ടൊരു ന്യൂക്ലിയർ ടെസ്റ്റിന് തയ്യാറെടുത്താൽ നമ്മൾ വളരെ വേഗം പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ പിടിക്കപ്പെട്ടാൽ വലിയ സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അത് വലിയൊരു റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു തവണ കൂടി അവരുടെ നയൽ യുദ്ധം ആരംഭിച്ചു. പല റിപ്പോർട്ടുകളും പുസ്തകങ്ങളും പറയുന്ന അനുസരിച്ച് അന്നത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുമായിട്ട് ചേർന്ന് വളരെ രഹസ്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ വെറും ഒരു ന്യൂക്ലിയർ ആയുധം മാത്രമല്ല ഡിസൈൻ ചെയ്തത്, ലോകത്തെ മുഴുവൻ കബളിപ്പിക്കാൻ കഴിയുന്ന വളരെ വലിയൊരു ഡിസെപ്ഷൻ പ്ലാൻ കൂടിയാണ് അവർ തയ്യാറാക്കിയത്. അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപാതകൾ അവർ കൃത്യമായിട്ട് പഠിച്ചു. രാജസ്ഥാനിലെ പൊഹ്റാൻ ടെസ്റ്റ് റേഞ്ചിലേക്ക് ആ സാറ്റലൈറ്റുകളുടെ നോട്ടം എത്താത്ത സമയങ്ങൾ ഏതാണെന്ന് അവർ കൃത്യമായിട്ട് കണക്കൂട്ടി കണ്ടെത്തി. ആ ചെറിയ സമയങ്ങളിൽ മാത്രമാണ് പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഉപകരണങ്ങൾ മാറ്റുന്നതുമൊക്കെ അവർ ചെയ്തിരുന്നത്. രാത്രിയുടെ
മലനിരയുടെ മറവിൽ മാത്രമാണ് അവിടെ വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. അവിടെയുള്ള കെട്ടിടങ്ങളും സ്ട്രക്ചറുകളും എല്ലാം അവർ മറച്ചു വെച്ചു. സാധാരണ നടക്കുന്ന മിലിറ്ററി ക്യാമ്പുകളാണെന്നും അല്ലെങ്കിൽ വെറുതെ എന്തോ കുഴിച്ചു നോക്കുന്ന ജിയോളജിക്കൽ വർക്കുകളാണെന്നും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ പ്രദേശത്തെ മുഴുവൻ സെറ്റ് ചെയ്തത്. അവർ ഫോണിലൂടെ സംസാരിക്കുന്ന ഭാഷ പോലും മാറ്റിയിരുന്നു. ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്കും ശാസ്ത്രജ്ഞർക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. രഹസ്യ കോഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അവരോട് പറഞ്ഞിരുന്നു. ആരെങ്കിലും അവരുടെ സംഭാഷണങ്ങൾ ചോർത്തിയാൽ പോലും വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായി മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ആ വാക്കുകൾ ടെസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഈ വലിയ ഓപ്പറേഷൻ അവർ നൽകിയ പേര് വളരെ സമാധാനപരമായിട്ടുള്ള ഒന്നായിരുന്നു, സ്മൈലിംഗ് ബുദ്ധ. അത് കേൾക്കുമ്പോൾ തന്നെ ആർക്കും സമാധാനവും ആത്മീയതയും ഒക്കെയാണ് ഓർമ്മ വരിക. എന്നാൽ സത്യത്തിൽ അത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവായുധ പരീക്ഷണത്തിൻ്റെ രഹസ്യ കോഡ് നെയിമായിരുന്നു. ഒടുവിൽ 1974 മെയ് 18 പൊഹ്റാനിലെ മണലാരണ്യങ്ങൾ കുലുങ്ങി വറച്ചു. ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ആണവ പരീക്ഷണം വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. ലോകം മുഴുവൻ ഈ വാർത്ത കേട്ട് ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. വാഷിങ്ടണിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഇത് വിശ്വസിക്കാൻ പോലും ആയില്ല. അമേരിക്കൻ മീഡിയകൾ പിന്നീട് വാർത്തകൾ കൊടുത്തത് ഇന്ത്യയുടെ അവസാനവട്ട ഒരുക്കങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ അവരുടെ വമ്പൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നാണ്. അതായത് റോയും ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരും ചേർന്ന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം സാധിച്ചെടുത്തു എന്ന് വേണം പറയാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ശക്തമായിട്ടുള്ള ചാരസംഘടനകളുടെ മൂക്കിന് താഴെ വെച്ചാണ് അവരൊരു ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇന്ത്യ ഈ വലിയ വിജയം വളരെ നിശബ്ദമായിട്ട് ആഘോഷിക്കുമ്പോൾ തന്നെ രഹസ്യയുദ്ധങ്ങളുടെ മറ്റൊരു മുഖം അവിടെ തുറക്കപ്പെടുകയായിരുന്നു. അത് ഹിമാലയൻ സാമ്രാജ്യമായിട്ടുള്ള സിക്കിമിലായിരുന്നു. 1947 ശേഷം സിക്കിം പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിരുന്നില്ല, അതൊരു പ്രൊട്ടക്റ്റേറ്റഡ് ആയിരുന്നു. അതായത് സിക്കിമിന്റെ പ്രതിരോധവും വിദേശകാര്യങ്ങളും ഇന്ത്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. എങ്കിലും ആഭ്യന്തരമായിട്ട് ആ രാജ്യം ഭരിച്ചിരുന്നത് അവിടുത്തെ രാജാവായിരുന്നു. എന്നാൽ 1960കളിലും 70കളുടെ തുടക്കത്തിലും സിക്കിമിന്റെ സ്ട്രാറ്റജിക് പ്രാധാന്യം വളരെ കൂടുതലായിരുന്നു. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ദുർബലമായിട്ടുള്ള ചിക്കൻ സ്നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി ഇടനാഴിയുടെ വളരെ അടുത്താണ് സിക്കിം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ മുഴുവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെറിയൊരു പ്രദേശമാണ് സിലിഗുരി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. കാരണം സിക്കിമിലെങ്ങാനും ചൈനയോ പാകിസ്ഥാനോ സ്വാധീനം ഉറപ്പിച്ചാൽ അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറും. അപ്പോഴാണ് ഒരു സ്പൈ സിനിമയിലെ കഥയെ വെല്ലുന്ന ഒരു ട്വിസ്റ്റ് അവിടെ നടക്കുന്നത്. സിക്കിമിലെ രാജാവായിട്ടുള്ള ചോഗ്യാലെ 1963 ഹോപ്പ് കുക്ക് എന്നു പേരുള്ള ഒരു അമേരിക്കൻ വനിതയെ വിവാഹം കഴിച്ചു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു മനോഹരമായിട്ടുള്ള പ്രണയകഥയായിരുന്നു. അമേരിക്കയിലെ ഒരു സാധാരണ യുവതി ഹിമാലയത്തിലെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ട് മാറുന്നു. പക്ഷേ ദില്ലിയിൽ ഇതൊരു പ്രണയകഥയായിരുന്നില്ല. അവിടെ അപായമണി മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. സമയം പോകുന്തോറും ഹോപ്പ് കുക്ക് വിദേശ മാധ്യമ പ്രവർത്തകർക്ക് തുടർച്ചയായിട്ട് ഇൻ്റർവ്യൂകൾ കൊടുക്കാൻ തുടങ്ങി. ആ ഇൻ്റർവ്യൂകളിൽ അവരെന്നും സിക്കിമിനെ ചിത്രീകരിച്ചത് ഇന്ത്യയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, കൂടുതൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായിട്ടാണ്. സ്വാഭാവികമായും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് അവരെക്കുറിച്ച് വളരെ വലിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങി. പലരും അവരെ ഒരു സ്പൈ കീൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവർക്ക് സിഐയുമായിട്ട് ബന്ധമുണ്ടോ എന്നതായിരുന്നു പ്രധാന സംശയം. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാം തന്നെ അമേരിക്കൻ താല്പര്യങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്നവയായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതുമായിരുന്നില്ല. അവർ നേരിട്ട് CIA ഏജന്റ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ഇന്ന് പബ്ലിക്കായിട്ട് ലഭ്യമല്ലെങ്കിലും ദില്ലിയിലുണ്ടായിരുന്ന ആ സംശയം തന്നെ ഇന്ത്യയുടെ നയങ്ങളെ മാറ്റാൻ പര്യാപ്തമായിരുന്നു. റോക്ക് ലഭിച്ച സന്ദേശം വളരെ വ്യക്തമായിരുന്നു. വിദേശ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് സിക്കിം ഒരിക്കലും ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വഴുതി പോകാൻ പാടില്ല. വിവിധ റിപ്പോർട്ടുകൾ പറയുന്ന അനുസരിച്ച് റോ ഉദ്യോഗസ്ഥര് സിക്കിമിനുള്ളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. അവിടുത്തെ രാജഭരണത്തിൽ താല്പര്യമില്ലാത്ത, കൂടുതൽ ജനാധിപത്യം ആഗ്രഹിക്കുന്ന പ്രാദേശിക നേതാക്കളെ അവരെ കണ്ടെത്തി. ജനങ്ങൾക്കിടയിലും വലിയൊരു പ്രതിഷേധം പുകയുന്നുണ്ടായിരുന്നു.
അത് ശരിക്കും ഇന്ത്യയോടായിരുന്നില്ല, മറിച്ച് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന അവിടുത്തെ രാജകുടുംബത്തിനോടായിരുന്നു ആ പ്രതിഷേധം എന്ന് പറയുന്നത്. ദില്ലിയിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം രൂപപ്പെട്ടു. സിക്കിമിലെ രാജ്ഞിയെ നേരിട്ട് എതിർക്കുന്നതിന് പകരം റോ സിക്കിമിനുള്ളിലെ ജനാധിപത്യവാദികൾക്ക് വളരെ രഹസ്യമായിട്ട് വലിയ പിന്തുണ നൽകാൻ തുടങ്ങി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ, ചില എഴുത്തുകാർ പറയുന്നതനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വരെ റോ അവർക്ക് നൽകിയെന്നാണ്. ഇതിൻ്റെ പിന്നിലെ ലോജിക്ക് വളരെ ലളിതമായിരുന്നു. രാജാവിനെ പുറത്തു നിന്നുള്ള ശക്തികൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ രാജഭരണത്തിൽ മാറ്റം വരുത്താൻ ജനങ്ങളെ തന്നെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. 1973-74 കാലഘട്ടമായപ്പോഴേക്കും അവിടുത്തെ ജനകീയ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി. ജനാധിപത്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുമുള്ള ജനങ്ങളുടെ ആവശ്യം വലിയൊരു മുന്നേറ്റമായിട്ട് മാറുകയാണ്. ഒടുവിൽ അവിടെ ഒരു ജനഹിത പരിശോധന നടന്നു. രാജഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയോടൊപ്പം പൂർണ്ണമായും ചേരണം എന്നതായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തത്. അങ്ങനെ 1975 സിക്കിം ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ഒരു സംസ്ഥാനമായിട്ട് മാറി. ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലെ അന്ന് വളരെ ചെറുപ്പമായ ഒരു റോ ഓഫീസറായിരുന്നു. സിക്കിമിലെ ഈ വിഷയങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിരുന്നു എന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഓപ്പറേഷനുകളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമാണെങ്കിലും ചിലർ പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ സ്വാധീനത്തെ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് മറികടന്നു എന്നാണ്. വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ സിക്കിമിലെ അധികാര കൈമാറ്റം സുഗമമായിട്ട് നടത്താനും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സിക്കിമിനെ ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താം എന്ന് കരുതിയ വിദേശ രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. മുൻകാലങ്ങളിൽ ദക്ഷിണേഷ്യയുടെ ഭൂപടം മാറ്റിവരിക്കാൻ CIA ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത്തവണ റോ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്റലിജൻസും രാഷ്ട്രീയവും ജനങ്ങളുടെ വികാരവും വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഹിമാലയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അവർ ഭദ്രമാക്കി. എന്നാൽ റോ അതിൻ്റെ വിജയങ്ങളുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സമയത്താണ് പുതിയൊരു കൊടുങ്കാറ്റ് അവർക്ക് നേരെ വീശിയടിച്ചത്. അത് വന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നില്ല, സാക്ഷാൽ ന്യൂഡൽഹിയിൽ നിന്ന് തന്നെയായിരുന്നു. 1975 മുതൽ 77 വരെയുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. ഇന്ദിരാഗാന്ധി അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാക്കൾ പരസ്യമായിട്ട് ആരോപിച്ചു. പ്രധാനമന്ത്രിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇരയാകാൻ റോയ്ക്ക് കഴിഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ റോയോടുള്ള സമീപനം പൂർണ്ണമായിട്ട് മാറുകയാണ്. പുതിയ ഗവൺമെന്റിലെ പലർക്കും ഈ ഏജൻസിയെ ഭയങ്കര സംശയമായിരുന്നു. ഇതൊരു ദേശീയ സ്വത്തായിട്ട് കാണുന്നതിന് പകരം ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം ടൂളായിട്ടാണ് അവർ അതിനെ കണ്ടത്. പല റിപ്പോർട്ടുകളും പറയുന്നത് ഈ സമയത്ത് റോയ്ക്ക് വളരെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ്. അവരുടെ പല പ്രാദേശിക ഓഫീസുകളും അടച്ചുപൂട്ടി, ബജറ്റ് ഭയങ്കരമായിട്ട് വെട്ടിക്കുറച്ചു, അനുഭവ സമ്പത്തുള്ള നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ചെയ്തു. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ RN കാവയെ പോലും അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ലീഡർഷിപ്പ് റോളിൽ നിന്ന് അവർ പുറത്താക്കി. ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഇന്റലിജൻസ് ലോകത്ത് ഇന്നും വളരെ വേദനയോടെയാണ് പലരും സംസാരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ കഹൂട്ടയിലുള്ള ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാൻ സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയമായിരുന്നു അത്. അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അതിനെ നേരിടാനുമുള്ള ഒരു വലിയ ഓപ്പറേഷൻ റോ അന്ന് പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ഏജന്റുമാർ ആ പ്രദേശത്ത് വളരെ രഹസ്യമായിട്ട് നുഴഞ്ഞു കയറി. അവിടുത്തെ ശാസ്ത്രജ്ഞർ മുടിവെട്ടാൻ പോകുന്ന ബാർബർ ഷോപ്പുകളിൽ നിന്ന് അവർ ഉപേക്ഷിച്ചു പോയ മുടിനാരിഴകൾ വരെ ശേഖരിച്ചു. പിന്നീട് അത് ലാബുകളിൽ പരിശോധിച്ചപ്പോൾ അതിൽ വെപ്പൺസ് ഗ്രേഡ് യുറേനിയത്തിന്റെ അംശങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവായിരുന്നത്. പാകിസ്ഥാന്റെ ആ കഹൂട്ട ഫെസിലിറ്റിയുടെ പ്ലാനുകളും ലേ ഔട്ടുകളും വരെ പാകിസ്ഥാൻ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് തന്നെ റോ നേടിയെടുത്തു എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയതിനു ശേഷം അവർ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്ലാനെ അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റിന് മുന്നിൽ വെച്ചു. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു ആക്രമണത്തിലൂടെയോ സബോട്ടേജിലൂടെയോ അത് പൂർണ്ണമായിട്ട് തകർക്കുക എന്നുള്ളതായിരുന്നു ആ പ്ലാന്. എന്നാൽ അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ ആശയം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. മറ്റൊരു രാജ്യത്തിന്റെ
ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ നേരിട്ട് ഇടപെടാനോ ഒരു അക്രമിയായിട്ട് മാറാനോ പാടില്ല എന്നതായിരുന്നു അവരുടെ ന്യായം. പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്നില്ല. അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള മറ്റൊരു കാര്യം സംഭവിച്ചു. പാകിസ്ഥാന്റെ ഭരണ നേതൃത്വവുമായിട്ട് നടന്ന ഉയർന്ന തലത്തിലുള്ള ഒരു സംഭാഷണത്തിനിടയിൽ അന്നത്തെ പ്രമുഖനായിട്ടുള്ള ഒരു ഇന്ത്യൻ നേതാവ് ഇന്ത്യക്ക് കഹൂട്ടിയെക്കുറിച്ച് എല്ലാം അറിയാമെന്ന കാര്യം അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് ചില റിപ്പോർട്ടുകളും ആരോപണങ്ങളും നിലവിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനുള്ളിൽ എത്രത്തോളം നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇന്റലിജൻസ് അവർക്ക് സംശയമുള്ള എല്ലാ ഇന്ത്യൻ ഏജന്റുമാർക്കും നേരെയും വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് അയച്ചുവിട്ടത്. കഹൂട്ടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പല അണ്ടർ കവർ ഏജന്റുമാരെയും അവർ തിരിച്ചറിയുകയും ഇല്ലാതാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ട സത്യങ്ങളും അകത്തു നിന്നുള്ളവരിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളും ചില ആരോപണങ്ങളും ഒക്കെ കൂടിച്ചേർന്ന കാര്യങ്ങളാണ്. പക്ഷേ പല നിരീക്ഷകളും ചൂണ്ടിക്കാണിക്കുന്ന ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം വളരെ ഇരുണ്ടതാണ്. രാഷ്ട്രീയക്കാരുടെ പക്വതയില്ലായ്മയും അവരുടെ ചില ഐഡിയോളജിക്കൽ പക്ഷാപാതങ്ങളും പിന്നെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകളും എല്ലാം കൂടിച്ചേർന്ന് റോയുടെ ഏറ്റവും മികച്ച ഒരു ഇന്റലിജൻസ് വിജയത്തെ വളരെ ദാരുണമായിട്ടുള്ള ഒരു പരാജയമാക്കി മാറ്റി. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് വലിയൊരു പ്രശ്നം പുകയുന്നുണ്ടായിരുന്നു. പഞ്ചാബും ഖാലിസ്ഥാൻ മൂവ്മെന്റും 1970കളുടെ തുടക്കം മുതൽ തന്നെ ഇന്ത്യയെ വെട്ടിമുറിച്ച് ഖാലിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സിഖ് രാജ്യം രൂപീകരിക്കണം എന്ന ലക്ഷ്യത്തോടെ പല തീവ്രവാദ ചിന്തകളും അവിടെ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. പല എഴുത്തുകാരും പഴയ ഉദ്യോഗസ്ഥരും പറയുന്നത് ഇതൊരിക്കലും അവിടെ തനിയെ ഉണ്ടായ ഒരു പ്രസ്ഥാനമായിരുന്നില്ല എന്നാണ്. പുറത്തുനിന്നുള്ള പലരും ഇതിൽ ഇടപെട്ടിരുന്നു. പാകിസ്ഥാന്റെ ISAയും അതിനോടൊപ്പം തന്നെ ചില വെസ്റ്റേൺ ഇന്റലിജൻസ് ഏജൻസികളും പഞ്ചാബിലെ ഈ തീവ്രവാദത്തെ വളർത്താൻ വലിയ രീതിയിൽ സഹായിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ത്യയെ തകർക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു തന്ത്രം പുറത്തെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടാൻ വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ടീമുകളെക്കുറിച്ച് മുൻ ഓഫീസർ B. രാമൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ടീം X, ടീം J എന്നിങ്ങനെയാണ് അവരെ വിളിച്ചിരുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഭീകരവാദികളെയും ലക്ഷ്യം വെക്കുക എന്നതായിരുന്നു ടീം Xന്റെ ചുമതല. എന്നാൽ ടീം Jയുടെ ടാർഗറ്റ് വളരെ കൃത്യമായിരുന്നു. പാകിസ്ഥാന്റെ മണ്ണിലിരുന്ന് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഖാലിസ്ഥാനി തീവ്രവാദികളെ ഇല്ലാതാക്കുക, അഫ്ഗാനിസ്ഥാന്റെ ഇന്റലിജൻസ് സർവീസ് പോലെയുള്ള വിദേശ പങ്കാളികളുമായിട്ട് ചേർന്നിട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുകളും തയ്യാറാക്കി. പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ രഹസ്യ താവളങ്ങളും അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളും അവരുടെ യാത്രാ രീതികളും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇന്ത്യയിലെ നഗരങ്ങളിൽ എപ്പോഴൊക്കെ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അവർ തയ്യാറായി. ലാഹോറിലും കറാച്ചിയിലും വളരെ ദുരൂഹമായിട്ടുള്ള രീതിയിലുള്ള വെടിവെപ്പുകളും വിശദീകരിക്കാൻ കഴിയാത്ത ആക്സിഡന്റുകളും നിഴൽ കൊലപാതകങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും അതിന് സഹായം ചെയ്തവരുമായിരുന്നു അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഒരിക്കലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നതായിട്ട് സമ്മതിച്ചിട്ടില്ല. എന്നാൽ രഹസ്യ ഓപ്പറേഷനുകളുടെ ലോകത്ത് ഇത്തരം കഥകൾ വളരെ വ്യാപകമായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ചില കാര്യങ്ങൾ ആളുകൾ പെരുപ്പിച്ച് പറയുന്നതായിരിക്കാം, ചിലത് പാതി സത്യങ്ങളായിരിക്കാം, ചിലത് പൂർണ്ണമായിട്ട് സത്യമാണെങ്കിലും ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടിയാലേ ഏത് ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിൽ പോയിട്ടും അവരെ നേരിടാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. കാലം കഴിയുന്തോറും ആഗോള തീവ്രവാദ നെറ്റ്വർക്കുകൾ മാറുകയും പുതിയ ഭീഷണികൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ മറ്റ് ഏജൻസികളുമായിട്ടുള്ള യുടെ സഹകരണവും ഒരുപാട് മാറി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബന്ധം ഇസ്രായേലിൻ്റെ മൊസാദുമായിട്ടാണ്. വർഷങ്ങളോളം ഇന്ത്യയും ഇസ്രായേലും തങ്ങളുടെ ബന്ധം വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കോൾഡ് വാർ അവസാനിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് 1990കൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം വലിയ രീതിയിൽ വളർന്നു. തീവ്രവാദത്തെ നേരിടുന്നതിലും മറ്റു പ്രാദേശിക ഭീഷണികളെ ഇല്ലാതാക്കുന്നതിലും മൊസാദും റോയും തമ്മിൽ വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് സഹകരണം ഉണ്ടായിരുന്നു എന്ന് പല ഇസ്രായേലി ഉദ്യോഗസ്ഥരും എഴുത്തുകാരും പരസ്യമായിട്ട് തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ചിലരൊക്കെ റോയുടെ പ്രവർത്തനങ്ങളെയും അവരുടെ പ്രൊഫഷണലിസത്തെയും വളരെ ബഹുമാനത്തോടെയാണ് നോക്കി കാണുന്നതെന്നുള്ളത് മറ്റൊരു കാര്യം. ലോകത്തിന് മുന്നിൽ ഒരു വലിയ അംഗീകാരമോ
പേരോ ഒന്നും ആഗ്രഹിക്കാതെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള പല മിഷനുകളും പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ഈ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പരസ്പരം മത്സരിക്കുന്ന ഏജൻസികൾ പോലും പബ്ലിക്കായി ഇത്രയും പ്രശംസിക്കുമ്പോൾ അവർ തമ്മിൽ രഹസ്യമായിട്ട് എത്രത്തോളം വലിയ പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റോ എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. CIA അല്ലെങ്കിൽ മൊസാദ് എന്നിവരെ പോലെ അവരൊരിക്കലും ഒരു വലിയ പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിനെ നടത്താറില്ല. അവർ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനേ അവർ പത്രസമ്മേളനങ്ങൾ വിളിക്കാറില്ല. ജീവൻ നഷ്ടപ്പെട്ട അവരുടെ ഓഫീസർമാരുടെ പേരുകൾ എഴുതി വെച്ച വലിയ സ്മാരകങ്ങൾ ഒന്നും അവർക്കില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഏജൻസികൾക്കുള്ളതുപോലെയുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റ് പോലും പതിറ്റാണ്ടുകളോളം അവർക്ക് ഉണ്ടായിരുന്നില്ല. റോയുടെ ഏറ്റവും വലിയ ഓപ്പറേഷനുകൾ എല്ലാം തന്നെ ലോകം കാണാത്ത ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഫയലുകളിലും ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായിട്ടുള്ള ഡയറികളിലും വിദേശ രാജ്യങ്ങളുടെ പഴയ ആർക്കൈവുകളിലും മാത്രമായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ വിജയങ്ങൾ എന്തൊക്കെയാണെന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് സംഭവിച്ച പല പരാജയങ്ങളെക്കുറിച്ചും ഗവൺമെൻറ് ഒരിക്കലും ഒഫീഷ്യലായിട്ട് ചർച്ച ചെയ്യാറുമില്ല. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ചുരുക്കം ചില വിവരങ്ങളിൽ നിന്നും പഴയ ഉദ്യോഗസ്ഥരെഴുതിയ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. 1971 യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതും ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ സൃഷ്ടിച്ചെടുത്തതും റോ ആണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച തീവ്രവാദികൾക്കെതിരെ അതിർത്തികൾക്ക് അപ്പുറത്ത് പോയിട്ട് രഹസ്യ യുദ്ധങ്ങൾ നടത്തിയതും ഇതേ റോ തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഈ കഥയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭാഗം ഈ ഓർഗനൈസേഷനെ കുറിച്ചുള്ളതല്ല, ഇത് മനുഷ്യരെ കുറിച്ചുള്ളതാണ്. സ്വന്തം വ്യക്തിത്വം മറച്ചു പിടിച്ച് ഇരട്ട ജീവിതം നയിക്കുന്ന ഒരുപാട് അജ്ഞാതരായിട്ടുള്ള മനുഷ്യരുണ്ട് അവിടെ. പല റോ ഓഫീസർമാരും 15, 20, ചിലപ്പോൾ 25 വർഷങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും സ്വന്തം ഐഡന്റിറ്റി അവർ മറച്ചു പിടിക്കുന്നു. അവർക്ക് കുടുംബങ്ങളുണ്ട്, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവരുടെ കുടുംബത്തിന് പോലും പലപ്പോഴായിട്ട് പൂർണ്ണമായിട്ട് അറിയില്ല. അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അത്രമാത്രം ഭയാനകമാണ്. അവർക്ക് സംഭവിക്കുന്ന ചെറിയൊരു അബദ്ധം പോലും അവരെ കൊണ്ടെത്തിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലേക്കും മരണത്തിലേക്കുമാണ്. ഇനി ഇതൊക്കെ സംഭവിച്ചാൽ തന്നെ സ്വന്തം രാജ്യം അവരെ പരസ്യമായിട്ട് അംഗീകരിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ചില മിഷനുകൾ പരാജയപ്പെടുമ്പോൾ അവരുടെ മൃതദേഹം പോലും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ചില സമയങ്ങളിൽ രാജ്യത്തിൻ്റെ നയതന്ത്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പേരുകൾ പോലും എല്ലാ റെക്കോർഡുകളിൽ നിന്നും മായ്ച്ച് കളയേണ്ടി വരും. അവർക്ക് വേണ്ടി വലിയ പതാക പുതപ്പിച്ചുള്ള പബ്ലിക് ഫ്യൂണറലുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. വെടിയൊച്ച മുഴക്കിയുള്ള ആദരവുകൾ ഉണ്ടാകില്ല. അവരുടെ ധീരതയെ വാഴ്ത്തിപ്പാടുന്ന വൈറൽ വീഡിയോകൾ ഉണ്ടാകില്ല. അവർ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഒരു അധ്യായവും ഉണ്ടാകില്ല. ഒഫീഷ്യലായിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായിട്ട് പോലും കാണാൻ കഴിയില്ല. എങ്കിലും ഓരോ രാത്രിയിലും ഓരോ വർഷവും അവരവരുടെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ പ്ലാനുകൾ പൊളിച്ചെഴുതുന്നു. അത് വലിയ യുദ്ധങ്ങളായിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ആ നെറ്റ്വർക്കുകൾ അവർ തകർക്കുന്നു. മഞ്ഞുമൂടിയ മലനിരകളിൽ തോക്കുമേന്തി നിന്നുകൊണ്ടല്ല അവർ ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ശത്രുക്കളുടെ നഗരങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻസ് കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും അപാരമായിട്ടുള്ള ക്ഷമ കൊണ്ടുമാണ് അവർ നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ആ മനുഷ്യർക്ക് വേണ്ടി അവർക്കൊരിക്കലും വലിയ മെഡലുകളോ സ്മാരകങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നത് വെറും അതിർത്തികളിൽ മാത്രം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നല്ലെന്നും അത് ഇത്തരം നിഴലുകളിൽ കൂടിയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം അവരുടെ ത്യാഗങ്ങൾ ഒരിക്കലും വെറുതെയാകില്ല, സംശയമില്ല. പതിയെ അവർ ഓർമ്മിക്കപ്പെടും. അവരുടെ കഥകൾ നമ്മളിലൂടെ ജീവിക്കും. വെറുമൊരു സാധാരണ സർക്കാർ ഏജൻസി മാത്രമാണെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാലേ നിങ്ങളിത് മാത്രം ഒന്ന് ഓർക്കുക. അധികാരത്തിൻ്റെ നിശബ്ദമായിട്ടുള്ള ഇടനാഴികളിൽ, രഹസ്യ കോഡുകളുള്ള സന്ദേശങ്ങളിൽ, പേരില്ലാത്ത ശവകുടീരങ്ങളിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു രഹസ്യ യുദ്ധം നടക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്ന് വിദേശ ഏജൻസികൾ ഇന്ത്യയുടെ തലവരം മാറ്റിയെഴുതാൻ ശ്രമിച്ചപ്പോൾ തുടങ്ങിയ ഒരു യുദ്ധമാണത്. അന്ന് അവർക്ക് മനസ്സിലായി തങ്ങളുടെ കഥ സ്വയം മാറ്റിയെഴുതാൻ ഇന്ത്യ വളരെ നിശബ്ദമായി സ്വന്തമായി ഒരു ഏജൻസി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്.
ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്തെങ്കിലും ഒരിക്കൽ അവരുടെ കൂടുതൽ ഫയലുകൾ പുറത്തു വന്നേക്കാം. ദുരൂഹമായിട്ടുള്ള പല മരണങ്ങളുടെയും, വിശദീകരിക്കാൻ കഴിയാത്ത പല അപകടങ്ങളുടെയും, ചരിത്രത്തെ മാറ്റിമറിച്ച പല സ്ഫോടനങ്ങളുടെയും യഥാർത്ഥ സത്യം നമ്മൾ അന്നറിഞ്ഞേക്കാം. ആ ഇരുട്ടറകളിൽ റോയിയും സിയയും എത്ര തവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നും അതിൽ ഓരോ തവണയും ശരിക്കും ജയിച്ചത് ആരാണ് എന്നുള്ളതും ഒരുപക്ഷെ നമ്മളന്ന് മനസ്സിലാക്കിയേക്കാം. പക്ഷേ ആ ഒരു ദിവസം വരുന്നതുവരെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ലോകത്തെ മുഴുവൻ ഇരുളിലിരുന്ന് നിയന്ത്രിക്കാൻ അധികാരമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്ന കാലത്തോളം അതേ ഇരുട്ടിലേക്ക് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിപ്പോകാൻ ധൈര്യമുള്ള ആളുകളെ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. യാതൊരു വിധത്തിലുള്ള അംഗീകാരങ്ങളും ആഗ്രഹിക്കാതെ, ആരുടെയും കയ്യടികൾക്ക് കാത്തു നിൽക്കാതെ, തങ്ങളുടെ കഥ ലോകം എപ്പോഴെങ്കിലും അറിയുമെന്ന യാതൊരു ഉറപ്പുമില്ലാതെ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ, ഈ കഥ അവർക്ക് വേണ്ടിയുള്ളതാണ്. പേരുമില്ലാത്ത ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി, ആരും ഓർക്കാത്ത ആ ഏജന്റുമാർക്ക് വേണ്ടി, ഇന്ത്യയുടെ ഭാവി നിശബ്ദമായി മാറ്റി എഴുതുകയും അതിന് സ്വന്തം ജീവൻ കൊടുക്കുകയും ചെയ്ത ആ മനുഷ്യർക്ക് വേണ്ടി. അവർക്കൊരിക്കലും വലിയ മെഡലുകളോ സ്മാരകങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നത് വെറും അതിർത്തികളിൽ മാത്രം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നല്ലെന്നും അത് ഇത്തരം നിഴലുകളിൽ കൂടിയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം അവരുടെ ത്യാഗങ്ങൾ ഒരിക്കലും വെറുതെയാകില്ല. സംശയമില്ല. പതിയെ പതിയെ അവരെ ഓർമ്മിക്കപ്പെടും. അവരുടെ കഥകൾ നമ്മളിലൂടെ ജീവിക്കും.